അടിപൊളിയാണ്. നമുക്ക് ഫാമിലി ഓഡിയൻസിന് ഉറപ്പായിട്ടും വർക്കൗട്ട് ആവുന്ന ഒരു മൂവിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓണവും നിവിൻ ചേട്ടൻ തൂക്കി, ഈ വർഷം ഓണവും നിവിൻ ചേട്ടൻ തൂക്കിയൊക്കെയാണ്. കാരണം 2 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓണവും നിവിൻ ചേട്ടൻ കൊണ്ടുപോയെന്നുള്ള ഒരു സന്തോഷം. അതോടൊപ്പം നിവിൻ ചേട്ടൻ ഈ ലുക്ക് കാണുമ്പോൾ ഏതൊരു പെണ്ണിനാണെങ്കിലും ക്രഷ് അടിക്കും. അത്ര ലുക്കും ആ ക്യൂട്ട്നെസ്സും മൂവി ഓവറോൾ അടിപൊളിയാണ്. കോമഡിയാണ്. ആ കോമഡി എല്ലാവർക്കും ഒരേപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് മമിത ചേച്ചിയുടെ ഇവർ രണ്ടുപേരും കോമ്പിനേഷൻ വന്നപ്പോൾ കുറച്ചും കൂടി അടിപൊളിയാണ്. ആൻഡ് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ശ്യാംചേട്ടനാണ്. ശ്യാംചേട്ടൻ്റെ അഭിനയം അങ്ങ് പീക്കായിരുന്നു ഈ സിനിമയിൽ. കാരണം നമുക്കിങ്ങനെ തോന്നും, എൻ്റെ പൊന്നി എങ്ങനെ സാധിക്കുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും അടിപൊളിയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ശ്യാംചേട്ടനെയാണ്. നിവിൻ ചേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അത് എടുത്തു പറയേണ്ട കാര്യമില്ല. ആൻഡ് ഫുൾ ഓൺ എൻ്റർടൈനറാണ്. ഫാമിലി ഓഡിയൻസിന് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാക്കി കണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ്. നല്ല രസമുണ്ടായിരുന്നു. ഫീൽ ഗുഡ് മൂവി തന്നെയായിരുന്നു. 2.5 മണിക്കൂർ പോകുന്നത് അറിയാൻ പറ്റത്തില്ല. എല്ലാവരുടെ കോമ്പിനേഷൻസും വർക്കൗട്ട് ആയതാണ് ഈ സിനിമയുടെ മെയിൻ കാര്യം. കാരണം എല്ലാവരുടെ കോമ്പിനേഷൻസ് വർക്കൗട്ടായി. അതുപോലെ തന്നെ എല്ലാവരുടെ കോമഡീസും എല്ലാവരും ഒരുപോലെ തിയേറ്ററിൽ, അല്ലെങ്കിൽ കുറച്ച് പേര് ചിരിക്കും കുറച്ച് പേര് ചിരിക്കില്ല, ഇതെല്ലാവരും ഒരുപോലെ ചിരിച്ചു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. എന്തായാലും ഇത്തവണത്തെ ഓണം നിവിൻ ചേട്ടൻ തൂക്കിയെന്ന് തന്നെ പറയാൻ പറ്റും. നിവിൻ ചേട്ടൻ്റെ കംബാക്ക് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം പഴയ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ ഇന്ന് തിയേറ്ററിൽ വീണ്ടും കണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞു എന്നുള്ളതും പറയാൻ പറ്റുന്നുണ്ട്. തിയേറ്ററിൽ ഹാപ്പി ആയിട്ട് കയറി. പിന്നെ എമോഷൻസ് കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്ക് ഇമോഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിട്ട് തന്നെ കണ്ടിറങ്ങി. മനസ്സൊക്കെ ഒന്ന് സദ്യ കഴിച്ച ഒരു തൃപ്തിയിലായി. ചേട്ടനെ കണ്ടപ്പോൾ ക്രഷ് അടിച്ചു ഫസ്റ്റ്. കാരണം ആ ഒരു ക്യൂട്ട്, എന്താ പറയുക, നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു നിവിൻ ചേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി. ആ ഒരു ഭംഗിയും ആ ഒരു അഭിനയവും ആ ചിരിയിൽ നമ്മളങ്ങനെ വീണു പോകുന്ന ഒരു രീതിയാണ്. ചേട്ടൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കഴിഞ്ഞ വർഷത്തോ ഈ വർഷത്തോ ഓണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേട്ടൻ കൊണ്ടുപോകുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ എന്താ പറയുക, നമുക്കിങ്ങനെ ഗൂസ് ബംസ് അടിക്കും ചേട്ടൻ്റെ ചിരി, ഐ ലുക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, അയ്യോ ആ ഒരു ക്യാരക്ടറിൽ നമ്മളും കൂടി അവിടെ വന്നിരുന്നാൽ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട്